എന്താണ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവർക്കും ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത്തരം പ്രശ്നങ്ങളൊക്കെ മാറ്റാനായിട്ട് മണ്ണാർക്കാട് നെല്ലിപ്പുഴയ്ക്കടുത്ത് അമ്മേ ദേവി മഹാലക്ഷ്മി ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രവും അവിടുത്തെ കുറച്ച് കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. വരും. പിന്നെ ജാതിഭേദമൊന്നുമില്ല, എല്ലാവർക്കും സ്വാഗതമാണ്. ഇവിടെ എല്ലാവർക്കും വരാം. പിന്നെ ഇവിടെ 12 മണിക്കുള്ളിൽ ഇവിടെ എത്തണം. ഇവിടെ ഒരു 9 മണിക്കൊക്കെ തുടങ്ങും കൽപ്പന. എല്ലാവർക്കും 12 മണിക്ക് മുമ്പ് ആളുകൾ എല്ലാവരും ഇവിടെ എത്തണം. ഇത് കഴിഞ്ഞാൽ വരെ അതിന്റെ മുന്നെത്തണം കേട്ടോ. എൻ്റെ പേര് വിഷ്ണു. എൻ്റെ വീട് മൈലാമ്പാടം. ഞാനിവിടെ ഒരു 5 വർഷത്തോളമായിട്ട് ഞാൻ ഈ ക്ഷേത്രത്തിൽ വരാറുണ്ട്. ഇവിടെ അമ്മ മഹാലക്ഷ്മി ദേവി വസിക്കും ക്ഷേത്രമാണ്. ഇവിടെ ഭയങ്കരമായ അത്ഭുത കൽപ്പനയാണ് ഇവിടെ അമ്മ ആളുകൾക്ക് കൊടുക്കുന്നത്. ഞാൻ ഇവിടെ വർഷങ്ങൾക്ക് മുന്നേ എത്തിപ്പെടുന്നതിന് മുന്നേ ഭയങ്കരമായിട്ട് അമിതമായ മദ്യപാന രോഗിയായിരുന്നു. ഞാൻ മരണപ്പെട്ടു പോകണ്ടായിരുന്നു. ഞാൻ അത്രയും വള്ളടിയായിരുന്നു. എൻ്റെ മനസ്സിൻ്റെ ക്ഷമ നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു. ഞാനൊരു പ്രാന്തനെ പോലെ ആയിരുന്നു. അത്രയും ഭയങ്കര ഒരു മൃഗത്തെ പോലുള്ള ഒരു സ്വഭാവ പ്രകൃതിയുള്ള ഒരു മനുഷ്യനായിരുന്നു ഞാൻ. ഇവിടെ വന്നതിന് ശേഷമാണ് എൻ്റെ മനസ്സ് ഒതുങ്ങിയത്, ക്ഷമ കിട്ടിയത്. അതിനുശേഷമാണ് ഞാൻ മദ്യപാനം നിർത്തിയത്. ഇപ്പോൾ വർഷങ്ങളായി സമാധാന സന്തോഷമായ ജീവിതം നയിച്ച് കൊണ്ടുപോവാണ് ഞാൻ. എനിക്ക് ഇവിടെ വരുന്നതിന് മുന്നേ, ഇപ്പോൾ ഇവിടെ വരുന്നതിന് മുന്നേ തന്നെ എനിക്ക് രോഗങ്ങളുണ്ടായിരുന്നു. അതായത് എനിക്ക് മൂത്രക്കല്ല് അസുഖം ഉണ്ടായിരുന്നു, മൂത്രക്കല്ല്. അത് ഇവിടെ വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഭസ്മം, ഇവിടുന്ന് അമ്മ ഭസ്മം തന്ന ഭസ്മം കുടിച്ചതിന് ശേഷം എനിക്ക് മൂത്രക്കല്ല് മാറിയത്. പറഞ്ഞാൽ തീരാത്ത ഒരുപാട് അനുഭവങ്ങൾ ഇവിടെ ഈ ക്ഷേത്രത്തിനെ കുറിച്ചും ഇവിടുത്തെ സ്വാമിയെ കുറിച്ചും ഇവിടുത്തെ ദൈവത്തെക്കുറിച്ചും പറയാനുണ്ട്. അമ്മ ശരണം, ദേവി ശരണം. എൻ്റെ പേര് ലാലു. എൻ്റെ സ്ഥലം അട്ടപ്പാടിയാണ്. അട്ടപ്പാടി പെട്ടിക്കലാണ്. ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുള്ളൂ. പക്ഷേ എനിക്ക് ദേഹം മുഴുവൻ വേദനയായിരുന്നു. കൈയും കാലും ദേഹമൊക്കെ അനങ്ങാൻ പറ്റാതെ വേദനയായിരുന്നു. അങ്ങനായിട്ടാണ് ഞാനിവിടെ വന്നത്. ഇപ്പം എനിക്ക് ഇവിടെ ഒരു പ്രാവശ്യം വന്ന് 7 ദിവസം ഭസ്മം കഴിച്ചപ്പോഴത്തേനും എനിക്ക് ശരീരവേദന നല്ല കുറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം കഴിച്ചപ്പോൾ തന്നെ എനിക്ക് പിറ്റേ ദിവസം കാലുവേദനയും ശരീരവേദനയും എല്ലാം കുറഞ്ഞു. ഇനി എനിക്ക് വരണം, ഇനി ഞാൻ വരികയും ചെയ്യും. ഇവിടെ എല്ലാ അസുഖം അമ്മ മഹാലക്ഷ്മി മാറ്റി കൊടുക്കുന്നുണ്ട്. സ്വാമിയുടെ ദേഹത്ത് കയറിയിട്ടാണ് അമ്മ മഹാലക്ഷ്മി കൽപ്പന കൊടുക്കുന്നത്. എല്ലാ അസുഖത്തിനും അമ്മ ഇവിടുന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇവിടെ നടക്കി വന്ന് നിന്നാൽ തന്നെ അമ്മ അവരെ അസുഖം മാറ്റി കൊടുക്കും. അമ്മ ഇവിടുന്ന് കൽപ്പനയിൽ ഭസ്മം കൊടുക്കുക. ആ ഭസ്മം കഴിച്ചാൽ തന്നെ എല്ലാ രോഗങ്ങളും മാറും. അത് സത്യമാണ്, 100% സത്യമാണ്. അതേപോലെ കൈവിഷത്തിനൊക്കെ ഭസ്മം കൊടുക്കുകയാണ്. അതൊരു 3 നാൾ വെള്ളത്തിൽ കലക്കി കുടിച്ചാൽ തന്നെ കൈവിഷം പോവും. ശത്രുദോഷമൊക്കെ നിസ്സാരമായി മാറ്റിത്തരും. എത്ര വലിയ ശത്രുദോഷമായാലും പഴകിയ ശത്രുദോഷമായാലും അമ്മ മാറ്റിത്തരും. അതേപോലെ മദ്യപാനം ഓവറായിട്ട് കഴിക്കുന്ന ആളുകൾ, പഴകിയ മദ്യപാനം എപ്പോഴും കുടിക്കുന്ന ആളുകളുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ മദ്യപാനം നിർത്തുന്നുള്ളത് 100% സത്യമാണ്. അമ്മയ്ക്ക് പഴിയും. ഇവിടെ ശരിക്കും ദൈവമാണ് അമ്മ മഹാലക്ഷ്മി. അമ്മ ഇവിടുന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അതേപോലെ എല്ലാ പ്രശ്നത്തിനും അമ്മേരെ നടക്കി വന്ന് കൈകൂപ്പി നിന്നാൽ തന്നെ യഥാർത്ഥ കാരണങ്ങൾ പറയും. ഈ അസുഖം എങ്ങനെ വന്നു, എന്തുകൊണ്ടാണ് വന്നത്, അതിൻ്റെ കാരണങ്ങൾ, മറ്റുള്ള പ്രശ്നം, വീട്ടിൽ വഴക്കുള്ള പ്രശ്നം, കാരണങ്ങൾ, എല്ലാ കാരണങ്ങളും പറഞ്ഞ് അമ്മ തീർത്താണ് തരും. മണികണ്ഠൻ എന്നാണ് എൻ്റെ പേര്. ഈ കൈവിഷം കൊണ്ട് എൻ്റെ ജീവിതം തകർന്നു പോയൊരു അവസ്ഥയാണ് എനിക്ക് പറയാനുള്ളത്. അത് അമ്മയുടെ അടുത്ത് വന്നിട്ടില്ലേ, അതാണ് എനിക്ക് മുഴുവനായിട്ടാണ് മാറിയത്. ഇപ്പം എനിക്കൊരു അസുഖം പോലും ഇല്ല. ഇതിൻ്റെ മുന്നേ അമ്മയുടെ അടുത്തേക്ക് വരുന്നതിനേക്കാൾ മുന്നല്ല എനിക്ക് വേറൊരു സ്ഥലത്ത് പോയി. നമുക്കറിയില്ലല്ലോ. എനിക്ക് ഈ കൈവശത്തിൽ വന്നവരെ അനുഭവം എന്താണെന്നറിയോ? വയറിൻ്റെ ഉള്ളിൽ നിന്നിട്ട് കുളത്തി പിടിക്കുക, കാലും കിട്ടി തരിക്കുക, കൈൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട്. ഇത് ഒരു സൂചി കൊണ്ട് കുത്തണ മാതിരിയാണ് വായി വന്നത് എനിക്ക്. പിന്നെ അവസാനം എനിക്കൊന്ന് വയറുണ്ട് വീർത്തിട്ടില്ല. എനിക്ക് വയറുണ്ട് വീർത്ത് നെഞ്ചൊക്കെ ഉണ്ട്, ഒരു ശ്വാസം മുട്ടൽ പോലെയും അങ്ങനെയൊക്കെ ഉണ്ട് വന്നത്. ഞാൻ വലിയൊരു ഇത് കാണിച്ചില്ലേ, അതെൻ്റെ കഴുത്തിൻ്റെ ഇതിലുണ്ടായിരുന്നത്. അമ്മടുത്ത് വരുന്നതിൻ്റെ മുന്നേ ഞാൻ വേറൊരു സ്ഥലത്ത് ഒരു കൂട്ടുകാരൻ പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയി. എൻ്റെ കഷ്ടപ്പാട് കണ്ടിട്ട് കൊണ്ടുപോയതാണ്. അവിടെ കൊണ്ടുപോയിട്ട് ഛർദ്ദിച്ച ആൾ കൊടുന്നു. പിന്നെ എൻ്റെ അമ്മയുടെ ഛർദ്ദിച്ച വരെ ശരി. പിന്നെ ആൾ ചെയ്ത അവിടുത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്.
പൈസകളാണ് മേടിച്ചിരുന്നത്. നമ്മുടെ താഴ്ചയും വെച്ചിട്ടൊക്കെ ഞാൻ 3-3.5 ലക്ഷം രൂപ ഞങ്ങൾ കൊടുത്തിട്ട്, എന്നിട്ട് എനിക്ക് അവിടുന്ന് മാറിയില്ലത്. പിന്നെയും തുടർന്ന് ഇവിടെ വന്നിട്ട് പിന്നെ അവിടുന്ന് ഞാൻ ഒരു സുധീഷ് ചെമ്പകശ്ശേരി എന്നുള്ള ഒരാൾ വീഡിയോ കണ്ടു. ഞാൻ ഇനി എന്ത് ചെയ്യും, കഷ്ടപ്പാടായി എനിക്ക്, ഒരു വഴികളുമില്ല, എല്ലാം നശിച്ച് നമ്മളെ ഇതെല്ലാം കഴിഞ്ഞു, പൈസ കഴിഞ്ഞു. ഇവിടെ വന്നു ഞാൻ, ഒരു രക്ഷയില്ല, ഞാൻ എല്ലാം കയ്യിൽ നഷ്ടപ്പെട്ടു. ഇവിടെ വന്നിട്ട് നമ്മുടെ മുന്നിൽ നിന്നപ്പോൾ ഉണ്ടല്ലോ, അമ്മ എന്നിട്ട് അത്ഭുതമായിട്ട് പറയണ്ടത്, നമ്മളെ ഇവിടെ തുടക്കമാണ് പറഞ്ഞത്, നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ വരാൻ പോണ കാര്യങ്ങൾ അമ്മ ഇവിടെ നടക്കില്ലെന്ന് നമ്മളൊന്നും പറഞ്ഞില്ല. നടക്കില്ലെന്നപ്പോൾ എന്നോട് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് അത്ഭുതപ്പെട്ടു. ഞാൻ ഇവിടെ വന്നിട്ട് അമ്മ എന്ത് ചെയ്യുന്നറിയോ, ഒരു ലേശം ഭക്ഷണം തന്നു എനിക്ക്. 3 ദിവസം വെള്ളത്തിൽ കലക്കി കുടിക്കാൻ പറഞ്ഞു. എനിക്ക് അങ്ങനത്തെ ഒരു അസുഖം പോലും ഉണ്ടാവില്ലായിരുന്നു. ഇപ്പം എനിക്കിന്നില്ലേ ഈ പറഞ്ഞ അസുഖങ്ങൾ മുഴുവനൊക്കെ ഒന്ന് മാറി. അത്ഭുതമാണ്. എനിക്ക് എങ്ങനെയെന്ന് അറിയുന്നുണ്ടായിരുന്നു, കാലിൻ്റെ മുട്ടൊന്നും ഇരിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തരിച്ചാണ് നിന്നു, ഇരിക്കാൻ പറ്റൂല. അവസാനം എനിക്ക് വന്നത് വയറ് വീർത്തിട്ട് നെഞ്ചിൻ്റെ ഉള്ളിലും എൻ്റെ മരണമാണ് ഞാൻ എൻ്റെ മുന്നിൽ കണ്ടത്. അമ്മയടുത്ത് വന്നില്ലെങ്കിൽ ഞാൻ ശരിക്കും മരിക്കും, ഉറപ്പാണ്. എൻ്റെ തുറന്ന സത്യമാണ് പറയണേ, ഞാൻ നുണ പറയാറില്ല. ഇവിടെ ഒന്നും നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ കൽപ്പനയിൽ അപ്പം പറയും. നിങ്ങൾക്ക് അനുഭവമല്ലേ? ഇവിടെ വന്നിട്ട് നമ്മൾ നുണകൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, സത്യമല്ലാത്ത എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലേ അപ്പം അവിടെ ആ കൽപ്പനയിൽ പറയും, നമ്മളെ പുറത്താക്കും. ഇതെൻ്റെ ജീവിത അനുഭവം പറയണേ. എനിക്ക് ഈ ചെയ്യുന്ന ആൾക്കാരോട് ഒരു ഒറ്റ കാര്യം മാത്രമേ പറയാറുള്ളൂ, എൻ്റെ അനുഭവം പോലെ വേറൊരാൾക്ക് ഉണ്ടാവരുത് ഈ സംഭവം. നിങ്ങൾ ധൈര്യമായിട്ട് ഇവിടെ വന്നോളൂ. ഇവിടെ വന്നാൽ മാത്രമേ ഇത് മാറൂ. അമ്മയടുത്ത് വന്നാൽ മാത്രമേ ഇത് മാറൂ. മറ്റേത് നിങ്ങളുടെ കാശുകൾ പോവാന്നല്ലാണ്ട് യാതൊരുവിധ കാര്യങ്ങളും ഇല്ല. ഇതിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടില്ല. ഇതിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും രക്ഷപ്പെടില്ല. എൻ്റെ അനുഭവം ഞാൻ പറയുന്നത്. മരണത്തിന് കീഴടങ്ങുകൾ ഇത് പോരാന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, അത്ര എളുപ്പമല്ല. ഇത് പോരില്ലത്. അങ്ങനത്തെ ഒരു നശിച്ചാണ്ട് പൂതില്. ഞാൻ ഈ അമ്പലത്തിൽ വന്നപ്പോൾ എനിക്ക് കാലുവേദന നല്ല ഉണ്ടായിരുന്നു. അന്ന് അമ്മ കൽപ്പനയിൽ വിഭൂതി തന്നു കാലിലിടാൻ. അങ്ങനെ കാലിൽ അത് 3 ദിവസം ഇടാൻ പറഞ്ഞു. ആ 3 ദിവസം ഇട്ടതിന് ശേഷമാണ് എൻ്റെ കാലിൻ്റെ വേദന മാറിയത്. എൻ്റെ പേര് ജിജിതയാണ്. എൻ്റെ വീട് പെരിന്തൽമണ്ണ. ഞാനിവിടെ ആണ്ടിപ്പാടം ക്ഷേത്രത്തിൽ വരാൻ തുടങ്ങിയിട്ട് 7 വർഷത്തോളമായി. ഇവിടെ അമ്മേൻ്റെ കൽപ്പനയാണ് പ്രധാനം. ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അസുഖത്തിനാണെങ്കിലും എൻ്റെ അമ്മേൻ്റെ അസുഖമൊക്കെ മാറിയിട്ട് ഇവിടെ നിന്നാണ്. പിന്നെ അമ്മേൻ്റെ കൽപ്പനയാണ് പ്രധാനമുള്ളത്. തീരെ സുഖമില്ലാതെ കാലുവേദനയൊക്കെ ആയിട്ട് ഇവിടെ വന്നു പെട്ടത്. ഇവിടെ വന്നിട്ട് കാലുവേദനയൊക്കെ മാറി. പിന്നെ അമ്മ ഒറ്റ കുഴഞ്ഞു കിടക്കായിരുന്നു. നമ്മുടെ മൂക്കടൊക്കെ മാറി. പിന്നെ ഇവിടെ എന്ത് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ഇവിടെ നമുക്ക് എന്ത് അസുഖങ്ങൾ വന്നാലും ഇപ്പം എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഇവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ മാറ്റിത്തരും അമ്മ. ഇവിടെ മൈലാമ്പാടം പള്ളിക്കുന്ന് അധികം പൈസ ഒന്നും വേണ്ട. ഒരു 3 ഭക്ഷണം കൊണ്ട് എന്ത് രോഗം ഉണ്ടെങ്കിലും ഇവിടുന്ന് മാറ്റിത്തരും. ഇതെന്ത് പറഞ്ഞാലും പ്രാർത്ഥിച്ചാലും ഒക്കെ ഇവിടുന്ന് മാറിക്കിട്ടും. നമുക്ക് വളരെ വിശ്വാസമാണ്. ഇവിടെ 5-6 വർഷമായി തുടങ്ങിയിട്ട് നമ്മളെ അനുഭവത്തിലൂടെ പറയുകയാണ്. നമുക്ക് ഒരു സമാധാന സ്വസ്ഥത ഇപ്പോൾ ജീവിതത്തിലുണ്ട് ഇവിടെ വന്ന ശേഷം. ആകെ ഇവിടെ വന്നു പെട്ട് ആകെ വിഷമത്തിനും സങ്കടത്തിനും വന്നു പെട്ടത്. ഇപ്പോൾ എല്ലാ അസുഖങ്ങളും മാറി സമാധാന സ്വസ്ഥത ഇപ്പോൾ ജീവിതത്തിലുണ്ട്. ജാതിമത ഭേദമന്യേ രോഗശാന്തി, ശത്രുദോഷം, കൈവിഷം, ലഹരികളിൽ നിന്നുള്ള മോചനം, കുടുംബങ്ങൾക്കുള്ളിലെ തർക്കങ്ങൾ മുതലായവയെ തീർക്കുവാനായിട്ടൊരിടം. അമ്മേ ദേവി മഹാലക്ഷ്മി ക്ഷേത്രം, ആണ്ടിപ്പാടം, നെല്ലിപ്പുഴ, മണ്ണാർക്കാട്.